സുധിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഓർമ്മയുണ്ട്? ഒരു 3 രൂപയുടെ ഓർമ്മ. 3 രൂപയുടെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് 3 രൂപ ഉണ്ടെന്ന്. അതായത് സത്യത്തിൽ അത് സാറിന് പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ സാറിനോട് അത് ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ 5ലോ 6ലോ മറ്റോ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു പിരിവുണ്ടായിരുന്നു. നമ്മുടെ പ്രശസ്ത ഗായകൻ MG ശ്രീകുമാർ നമ്മുടെ സ്കൂളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു പിരിവുണ്ടെന്നും പറഞ്ഞിട്ട് എല്ലാ കുട്ടികളിൽ നിന്നും 2 രൂപ 3 രൂപ 5 രൂപ വെച്ചൊക്കെ നോക്കിയിട്ട് പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സാറിനെ കാണാൻ പറ്റുന്നവര് അന്ന് എനിക്ക് തോന്നുന്നു ഓട്ടോയൊക്കെ സുന്ദരി ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന. അപ്പൊ ഞങ്ങൾക്കൊക്കെ സാറിനെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് തേമിട്ടായി മേടിക്കാൻ വെച്ചിരുന്ന 3 രൂപ ഞാൻ എടുത്ത് കൊടുത്തു. കൊട്ടിയം MUPS സ്കൂൾ എന്നാണ് ഞാൻ പഠിച്ച സ്കൂൾ. 7 വരെ ഉള്ളു അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. സാർ ഇപ്പൊ വരും. അനൗൺസ് ചെയ്തേ അവിടെ സ്കൂളില് എല്ലാ ക്ലാസ് റൂമിലും വന്നിട്ട് ഇങ്ങനെ എല്ലാ കുട്ടികളെയും പിരിച്ചതാ. അപ്പോൾ നമ്മള് ഭയങ്കര ഒരു സ്റ്റാറിനെ കൊണ്ടുവരണം, പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി അന്നത്തെ ഒരു പൈസ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 2-3 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു 10-200 രൂപ 250 രൂപ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഞങ്ങളെ കൊടുത്തു. വളരെ ആകാംക്ഷപൂർവ്വം ഞങ്ങളിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇപ്പോൾ വരുന്നു. അപ്പോൾ ആ മറ്റേ മമ്മൂക്കയുടെ ഒരു പടത്തിൽ ലാലേട്ടനെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കുളം വാസുവിനെ കൊണ്ടുവരുന്നൊരു സീനില്ലേ, അതേപോലെ ഒരാൾ വന്നിട്ട് പറയാണ് MG സാറിന് ഇന്ന് വരാൻ പറ്റിയില്ല, പകരം ഞങ്ങൾ മറ്റൊരു കലാകാരനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പച്ചക്കുളം വാസുവിനെ പോലെ ഒരാളെ ഞങ്ങളെല്ലാം ഇങ്ങനെ അയ്യേ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാവരും ഒരേപോലെ നിൽക്കുക. പക്ഷെ അന്ന് ചീമുട്ടൻ തക്കാളി എന്ന് പറഞ്ഞ് നമ്മൾ സിനിമയിൽ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളിൽ അതൊന്നും ഇല്ലാതുള്ളൂ. നമ്മളിങ്ങനെ സഹിച്ചിങ്ങനെ നിൽക്കുക ഒരു ടെൻഷൻ അടിച്ചിട്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ CAT ക്യാറ്റ് കരഞ്ഞാൽ മ്യാവ് മ്യാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയപ്പോലെ 1ലും 2ലൊക്കെ പഠിക്കുന്ന പിള്ളേർ അത് ഹാപ്പി, ഭയങ്കര കൈയടി. അദ്ദേഹം അന്ന് വന്ന് പാടി രക്ഷപ്പെട്ടു പോയി. MG സാറിന് വരാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ടൊരു ഒരു കാരണം അവർ പറയുണ്ടായി. സത്യത്തിൽ ഒരു 91 കാലഘട്ടങ്ങളിൽ കൊട്ടിയം MUPS സ്കൂളിൽ നിന്ന് ആരെങ്കിലും അങ്ങനെ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു? ആരും വിളിച്ചിട്ടില്ല. എനിക്ക് ഇതുവരെ ഞാൻ ഈ സ്കൂൾ അല്ലെങ്കിൽ കോളേജിൽ പോയിരിക്കുന്ന വിരലിലുണ്ടാവുന്ന മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര പ്രതീക്ഷ, എന്ന് പറഞ്ഞാൽ അത്ര ആഗ്രഹമായിരുന്നു. പക്ഷേ എന്തായാലും വളരെ വർഷങ്ങൾക്ക് ശേഷം. എത്ര രൂപ കൊടുത്ത്? 3 രൂപ ഞാൻ തന്നേക്കാൻ കേട്ടോ. അപ്പോൾ അടുത്ത സെഗ്മെന്റ് ആയിട്ടുള്ള രാജമാണിക്യത്തിൽ നമ്മൾ കയറുകയാണ്. തുടങ്ങാം. രാജമാണിക്യം. ഇതിന് ചോദ്യമൊന്ന്, 10 സെക്കൻഡ്, ഓപ്ഷൻസ് ഇല്ല, ലക്ഷ്മിയുമില്ല. അപ്പോൾ ലക്ഷ്മിക്ക് പറയാം നേടാം എന്ന ഈ ഷോയിൽ 2 ദിവസവും ഞങ്ങളുടെ കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഹരിപ്പാട്ട് എല്ലാവരുടെ അടുത്തും എൻ്റെ അന്വേഷണം പറയാം. ഓക്കെ, ബൈ, ഗുഡ് ലക്ക്. രാവണപ്രഭു എന്ന സിനിമയിൽ നായികയായി എത്തുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ആരാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, 7. വസുന്ധരാദാസ്. ടൈം ഓവർ. വസുന്ധരാദാസ് ആണോ? റിജിക്ക് എത്ര ഉറപ്പാണല്ലേ വസുന്ധരാദാസ്? പിന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ദുബായിലൊരു ഷോയ്ക്ക് പോയപ്പോൾ പാട്ടില്. ലക്ഷ്മി പോയത് കൊള്ളാം കേട്ടാ. കാരണം വേറൊന്നുമല്ല, ലക്ഷ്മി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊക്കെ വെളി വരുന്നു. വസുന്ധരാദാസിനെ എവിടെ വെച്ച്? ദുബായ് ഷോയ്ക്ക് പരിചയപ്പെട്ടു. എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു ആദ്യമേ കുറെ കാര്യങ്ങൾ, നിങ്ങളുടെ കോളേജ് ഡേയ്സിനെ കുറിച്ചൊക്കെ. എന്തായാലും ലക്ഷ്മി നിങ്ങളെ സഹായിച്ചു കേട്ടോ. ഹലോ, ഇവനുണ്ടല്ല, പുലിയാണ്, പുലി. കൺഗ്രാജുലേഷൻസ്. 20,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതാ എത്തിച്ചേർന്ന് കഴിഞ്ഞു. താങ്ക് യു.